പാലക്കാടിന്റെ മണ്ണിൽ വീണ്ടും മാങ്കൂട്ടം തരംഗം ആഞ്ഞടിക്കുമോ? 18 ദിവസത്തെ ഇരുളറിഞ്ഞ് ജയിൽവാസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുമ്പോൾ കേരള രാഷ്ട്രീയം ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രം: ഒതുക്കാൻ നോക്കിയവർക്ക് പിഴച്ചോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങളാണ് നടന്നതെന്ന് തുടക്കം മുതലേ ആക്ഷേപമുണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും എതിർപ്പുകളും ഒരു വശത്ത്, താൻ സ്വതന്ത്രനായി നിന്നാൽ പോലും പാലക്കാട് ജയിക്കുമെന്ന രാഹുലിന്റെ ആത്മവിശ്വാസം മറുവശത്ത്. ഇതിനിടയിലാണ് അർദ്ധരാത്രിയിലെ ആ നാടകീയ അറസ്റ്റ് അരങ്ങേറുന്നത്. 3 കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി ചാർജ് ചെയ്യപ്പെട്ടു. എന്നാൽ ഇന്നലെ കോടതി മുറിയിൽ കണ്ടത് മറ്റൊരു ചരിത്രമായിരുന്നു. രാഹുലിനെ കുടുക്കാൻ പോലീസ് നെയ്ത വലക്കണ്ണികൾ ഓരോന്നായി കോടതി മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. പോലീസിനെയും പ്രോസിക്യൂഷനെയും അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. ലൈംഗിക പീഡനാരോപണത്തിന്റെ മൂർച്ച കൂട്ടി രാഹുലിനെ തളയ്ക്കാൻ നോക്കിയവർക്ക് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നൽകിയത് കനത്ത പ്രഹരമാണ്. കോടതി ചോദിച്ചു, അയാൾ വിവാഹിതനല്ല, അതിനെന്താണ്? അവിവാഹിതനായ ഒരാൾ തന്റെ സ്വകാര്യ ജീവിതത്തിൽ പുലർത്തുന്ന ബന്ധങ്ങൾ നിയമപരമായി എങ്ങനെ കുറ്റകരമാകുമെന്ന കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ പ്രോസിക്യൂഷൻ വിയർത്തു. സദാചാരത്തിന്റെ പേരോ ധാർമ്മികതയുടെ പേരോ പറഞ്ഞ് ഒരാളെ നിയമത്തിന് മുന്നിൽ ക്രൂശിക്കാൻ കഴിയില്ലെന്ന് കോടതി പ്രഖ്യാപിച്ചു. പരാതിക്കാരി രാഹുലിനൊപ്പം സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്തു ഹോട്ടലുകളിൽ താമസിച്ചു. ഇതെല്ലാം പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിന്റെ ഭാഗമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഭീഷണിപ്പെടുത്തി എന്ന പോലീസിന്റെ പുകമറകൾക്ക് കോടതിയിൽ ആയുസ്സുണ്ടായിരുന്നില്ല. നിയമത്തെ ആയുധമാക്കി ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന പോലീസിന്റെ ശൈലിയെ കോടതി മുൾമുനയിൽ നിർത്തി. ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന മാങ്കൂട്ടം ഇനി പാലക്കാട് മത്സരിക്കുമോ ഇല്ലയോ എന്നതല്ല ഇപ്പോഴത്തെ വിഷയം. പകരം വേട്ടയാടപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരൻ നിയമ പോരാട്ടത്തിലൂടെ എങ്ങനെ ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരുന്നു എന്നതാണ്. കോടതിയുടെ ഈ പരാമർശങ്ങൾ രാഹുലിന് നൽകുന്നത് വെറും ഒരു ജാമ്യമല്ല, മറിച്ച് വലിയൊരു രാഷ്ട്രീയ ക്ലീൻ ചീട്ടാണ്. കെണി ഒരുക്കിയവർ കുഴിയിൽ വീണ കാഴ്ചയാണ് നാം കണ്ടത്. പാലക്കാടിന്റെ തെരുവുകളിൽ ഇനി രാഹുൽ സജീവമാകുമ്പോൾ ഈ 18 ദിവസത്തെ ജയിൽവാസം അദ്ദേഹത്തിന് നൽകുന്നത് പുതിയൊരു ഊർജമായിരിക്കും. പോലീസിനെ പൂട്ടി നിയമത്തിന്റെ കരുത്തിൽ പുറത്തിറങ്ങിയ മാങ്കൂട്ടത്തിന് ഇനി തടസ്സങ്ങളില്ല. വേട്ടയാടൽ തുടരുമോ അതോ രാഷ്ട്രീയ പോരാട്ടം പുതിയ തലത്തിലേക്ക് മാറുമോ? കേരളം ഉറ്റുനോക്കുകയാണ്.